പുതിയൊരു ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്നെ കാണാനില്ല. ഞാൻ എങ്ങോട്ടാണ് പോണത്, എന്തൊക്കെയാണ് ചെയ്യണത്, യാതൊരു അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസിൽ ഞാൻ വന്ന് അടുത്ത റൈഡിനെ പറ്റിയുള്ള ഒരു ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. പക്ഷേ പറഞ്ഞിട്ട് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് എന്തെങ്കിലും അസുഖം പിടിക്കും കേട്ടോ. അങ്ങനെ 3 പ്രാവശ്യം പനിയൊക്കെ പിടിച്ച് നല്ല രീതിയിലൊരു പണിയൊക്കെ കിട്ടിയിട്ട് ഇപ്പം നിലവിൽ നമ്മൾ റൈഡ് തുടങ്ങാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ ഒരു പെട്ടി സാധനം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഹെൽമെറ്റ് വേൾഡിന്റെ ഹെൽപ്പോടുകൂടെ റയനോക്സ് എനിക്ക് കുറച്ച് സാധനങ്ങൾ എനിക്ക് അയച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവം, ചെറിയൊരു അൺബോക്സിങ് അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി ചെയ്യണേ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. കാണുന്ന എല്ലായിടത്തും കൂടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത് വരുന്ന റൈഡ് വീഡിയോസ് മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലുണ്ട്, പക്ഷേ അതിനുള്ള ആ ഒരു സാഹചര്യ കാര്യങ്ങളൊന്നുമല്ല നമുക്കുള്ളത്. അപ്പം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ റെഡിയാക്കി കൊണ്ടുവരണതാണ് ഒറ്റയ്ക്ക്. ഓക്കെ, അപ്പം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നീ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാം, നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു വാക്ക് പലരും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബലത്തിലാണ് ഇപ്പം മുന്നോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും സംഭവം ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തല ചിലപ്പോൾ മുറിഞ്ഞു പോയായിരിക്കും. തല ചിലപ്പോൾ ഇങ്ങനെ പകുതിയെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുവിധം ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കണം. കാണിച്ചു തരാം. ഇതൊരിക്കലും ഞാൻ ഇളക്കിയതാണ് കേട്ടോ. ഇളക്കി നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പം പെട്ടെന്നൊരു ആക്രാന്തം കാണുമല്ലോ. ഇവിടെ ഉള്ള ടീമുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്നൊരു സാധനം കിട്ടുമ്പോൾ അതിന് എന്ത് തന്നെ ആയാലും അത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാൻ ഒരു ആക്രാന്തം കാണുമല്ലോ. അങ്ങനെ ഞാൻ വലിച്ച് പൊളിച്ചതാണ്. പിന്നെ ഇതെല്ലാം കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇത് റൈനോക്സിൻ്റെ ബാഗാണ്. അതായത് നമ്മുടെ ബൈക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് അവരെ എനിക്ക് അയച്ചു തന്നെയാണ്. നിലവിൽ എനിക്ക് ബൈക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റൂല. അപ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും റൈഡ് എന്നായിരിക്കും പലരും ആലോചിക്കണേ. ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ വേണ്ടി പറ്റുമല്ലോ. അങ്ങനെ വീഡിയോസിൽ കാണാനായിരിക്കും നല്ലത് കേട്ടോ. ഇത് അവരുടെ ബാഗാണ് കേട്ടോ, റൈനോക്സിൻ്റെ ബാഗ്. പിന്നെ ഇത് 2 എണ്ണം ഉണ്ട്, അപ്പുറം ഇപ്പുറം വരുന്ന ബാഗ്. ഈ സാധനവും അത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു 2 ബാഗ് അവരെനിക്ക് അയച്ചതാണ് കേട്ടോ. അതായത് നമ്മുടെ ബൈക്കിൽ ഇത് ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെയല്ലേ? ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ മീൻസ് ഇതിൽ ഫ്രണ്ടിൽ ഇതാണ്ട് കുപ്പി, അതായത് നമുക്ക് വാട്ടർ ബോട്ടിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാം. അതിനുള്ള 2 സൈഡിലും അതിനുള്ള ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒന്നുമില്ല കേട്ടോ, പോളി സാധനം, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനാണ് സാധനമാണ് അവിടെ ബാക്കി ഐറ്റംസ് ഇരിക്കുന്നത്. ഇത് ഗ്ലൗസ് ആണ് കേട്ടോ. ഗ്ലൗ എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നി കേട്ടോ. ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി ഇട്ടപ്പോൾ. അതായത് ഞാൻ എല്ലാണ് സൈസ് അവർക്ക് കൊടുത്തത്. സംഗതി എല്ലാം തന്നെയാണ് കിട്ടിയത്. പക്ഷേ എൻ്റെ കൈ ഉണ്ടോ അത്യാവശ്യം നമ്മളെ ജോലിക്ക് ചെയ്യുന്ന കൈയാണേ. അതായതുണ്ടോ അത്യാവശ്യം ടൈറ്റാണ്. എന്നാൽ ഇത് കയ്യിൽ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ക്വാളിറ്റി കേട്ടോ, ക്വാളിറ്റിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. ഒരു രക്ഷയില്ല. എത്ര നാൾ ഉപയോഗിച്ചിരുന്നു ഞാൻ. സാധാ നോർമൽ ഗ്ലൗ ഒക്കെയാണ് ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം കമ്പനി സാധനം നമ്മളിട്ടിടുമ്പോൾ ഏതാണ്ടോ കമ്പനി സാധനം തന്നെയാണ്. റൈനോക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെയാണ്. ബാഡ്ജല്ല, ചെറിയൊരു പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടുന്നുള്ള എയർവെൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക ആണോ സെറ്റാണ്, പൊളിയേട്ടാ. ഇത് ഇനി 2-3 ദിവസം ഇനി നല്ല രീതിയിൽ നമ്മൾ കൈയൊന്ന് ബൈക്ക് ഓടിച്ചതിന് ശേഷം നമുക്ക് എന്തായാലും ഇത് കയ്യിലൊന്ന് സെറ്റായി വരുള്ളൂ. അതായത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എപ്പോഴും ഗ്ലൗ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഈസി ആയിട്ട് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റണം. അതായത് ഇങ്ങനെ മടക്കാനും നോക്കാനും പറ്റണം. ഇത് ഓക്കെയാണ്, ഇത് കുറച്ച് ടൈറ്റാണ് കേട്ടോ. എന്തായാലും 2-3 പ്രാവശ്യം എടുത്തിട്ട് വരുമ്പം സെറ്റാവും. എനിക്കിപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ ഒന്ന് ഓണാക്കുക ഓഫാക്കുക, അതാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ ഇത് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് എന്തായാലും ഇവനെയും കൊണ്ട് പോകാം കേട്ടോ. കണ്ടോ, ഇതാണ് സാധനം. ഓക്കെ, അടുത്തത് കാണിക്കാം. അടുത്തത് നമ്മുടെ ജാക്കറ്റ് എല്ലാം കൂടെ ഇതിനകത്ത് നിന്നാണ്. പിന്നെ ഇതിന് ബാഗ് കവർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഒരു ലൈനർ കൂടെ ഉണ്ട് കേട്ടോ. അത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് റൈനോക്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. അതായത് ഈ ബാഗ് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. മഴയത്തൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ തന്നെയാണ് ഒരു ബാഗ്, നമ്മുടെ ടാങ്ക് ബാഗ് ഉണ്ടല്ലോ ബൈക്കിന് വരുന്നത്, ഇത് ഇവരുടെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് പാഡിങ് ആണ് കേട്ടോ. അതായത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നില്ലേ സൊലേസിൻ്റെ, അതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. കുറച്ചുകൂടെ ക്വാളിറ്റി എന്നല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഫുള്ള് പാഡിങ് ആണ്. അതായത് ഈ ഭാഗത്ത് പാഡിങ് ഉണ്ട്. അതുപോലെ ഇവിടെ കേട്ടോ, ഇവിടെ പാഡിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് പാഡിങ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഈ ഭാഗത്ത് ചെസ്റ്റിൽ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മളിങ്ങനെ
കമിഴ്ന്ന് വിഴുന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ വേറെ പ്രശ്ന കാര്യങ്ങളൊന്നും വരരുത്. ആ രീതിയിലുള്ള ലെവൽ 3 ആണ് കേട്ടോ. ലെവൽ 3 ആണ് സാധനം. ഇത് ഫുള്ള് പാഡിങ് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഈ ഒരു ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വേറെ സാധനം കൂടെ ഉണ്ട്, പാൻറ്റ്. ഓക്കെ, ബ്ലാക്ക് ആണ് കേട്ടോ. ഞാനിത് അവിടെ പറഞ്ഞ് വാങ്ങിച്ചതാണ്. അതായത് എനിക്ക് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് മനസ്സിലാവും ഇതെന്താണ് സംഭവം എന്ന്. ഓക്കെ, ഒന്ന് ഇട്ട് നോക്കട്ടെ. ആദ്യം ഇതൊക്കെയാണെങ്കിൽ പാൻറ്റാണ് ഇടേണ്ടത്. അയ്യോ, എന്തൊക്കെയല്ലേ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ കുറേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം മാറ്റണം. ഇനി ഫുള്ള് കാണിച്ചു തന്നൊന്നുമില്ല, ഞാൻ ഇത് എങ്ങനെയാണ് കാണിച്ചത്. അല്ല, വേറെ വീഡിയോ എടുക്കാൻ ആളില്ല കേട്ടോ. എങ്ങനെയുണ്ട്, പൊളിയില്ല. ഇത് ഫുള്ള് പാഡിങ് ആണ് കേട്ടോ. ഇവിടെ എല്ലാം പാഡിങ് ആണ് ഈ ഭാഗത്ത്. അതുപോലെ നമ്മുടെ ബാക്കിൽ അവിടെ ഫുള്ള് പാഡിങ് ഉണ്ട്. പിന്നെ കുറേ പോക്കറ്റൊക്കെ ഉണ്ട്. ഇതാ കണ്ടോ, അഡീഷണൽ കുറേ പോക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ ജാക്കറ്റിൽ ഈ ഒരു ഭാഗത്ത് രണ്ടിടത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റല്ലേ, കാണാൻ എങ്ങനെയുണ്ട്. ഇപ്പം നല്ല എവിടെയെങ്കിലും നിന്ന് നല്ല രീതിയിൽ ചെയ്യേണ്ട വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ കക്രൂക്കറാക്കി വെക്കുന്നത് കേട്ടോ. കാര്യം എൻ്റെ ടൈമും അങ്ങനെയാണ്, ഇപ്പം നിലവിലുള്ള സാഹചര്യം അതാണ്. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് അവരുടെ ഈ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. ഇപ്പം നിലവിൽ എനിക്കിതെന്തായാലും കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ്. അപ്പം ഇത് എന്തായാലും നമുക്കിനി അടുത്ത് ഇപ്പോൾ പറയില്ല, പിന്നെ പറയാം. അപ്പം അതിലുപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരു കാരണവശാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെപ്പറ്റി അറിയാതെ, അതായത് എങ്ങനെ പറയാം, ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇത് തോന്നും ഇവൻ്റെ നല്ല കാശുണ്ടെന്നോ, അല്ലെങ്കിൽ നല്ല കാശിറക്കി ഇതിന് വേണ്ടിയിട്ടുള്ള പരിപാടി കാണിക്കണമെന്നോ, അങ്ങനെയൊക്കെ പലരും ചിന്തിക്കുക. നിങ്ങൾക്കിപ്പോൾ എന്നെപ്പറ്റി അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണോ ധൈര്യമായിട്ട് എൻ്റെ വീട്ടിലോട്ട് വരാം. ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഏകദേശം എന്നല്ല, പൂർണ്ണമായിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആലോചിക്കും, ബ്രോ ഇത്രയും ഇതിലൊക്കെ നിന്നിട്ടാണോ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവും ഉറപ്പായിട്ടും. ആ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ജഡ്ജ്മെൻ്റ് എടുക്കുന്നതിന് മുന്നേ ഒരാളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ഏകദേശം പേരും ഇപ്പോൾ കേരളത്തിലൊക്കെ ഉള്ളവരായിരിക്കും. പുറത്തൊക്കെ ഉള്ളവർക്ക് ഒരു പരിധി വരെ എൻ്റെ അടുത്ത് ഒരു മര്യാദ ഉണ്ട് കേട്ടോ. അതായത് ആ ഒരു സ്നേഹമുണ്ട് എൻ്റെ അടുത്ത്. അതായത് ഗൾഫിലൊക്കെ ഒരുപാട് അവരുടെ ലൈഫ് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ട് അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഗൾഫിലൊക്കെ ഉള്ളവർ. ഗൾഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫിലെന്ന് പറയാനില്ല, മറ്റേ ഏത് രാജ്യത്തിൽ തന്നെ ആയാലും എനിക്ക് ഒരുപാട് പേര് അടുത്തറിയാം. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്യണമെന്നാണ്. അപ്പം എവിടെയോ ഒരു ചെറിയൊരു എന്ന് വെച്ചാൽ യൂട്യൂബർ എന്ന് പറയാൻ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. ഞാൻ യൂട്യൂബർ എന്നല്ല, എന്നെ യൂട്യൂബർ എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല. ഒരു ബൈക്കർ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ഉള്ള, അതായത് ആ ഒരു കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളും കണ്ടിട്ട് പറയും, ബ്രോ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഇതുപോലെ പോകാനായിട്ട്, പക്ഷേ അതിനുള്ള സാഹചര്യം പറ്റുന്നില്ല എന്നൊക്കെയാണ് പലരും പറയണത്. പക്ഷേ എൻ്റെ സാഹചര്യം മോശമാണെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറകെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു കൈവിട്ട കളി തന്നെയാണത് ഒരു കണക്ക് നോക്കിയാൽ. ഫാമിലിയിൽ തന്നെ ഒരുപാട് നെഗറ്റീവ്നെസ്സും ഉണ്ട് എനിക്ക്. എന്നാലും ഞാൻ മുമ്പോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടും, ഫാമിലിയും വേണം, അതായത് എൻ്റെ വീട്ടുകാർ വേണം, അതായത് എൻ്റെ അച്ഛനും അമ്മ അനിയത്തിയും എനിക്ക് വേണം, എൻ്റെ ആഗ്രഹം എനിക്ക് വേണം. ഇത് രണ്ടും എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പറ്റിയാൽ നിങ്ങളൊന്ന് കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒന്നും വേണ്ട. ഓക്കെ, എവിടെയെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ എവിടെയും വെച്ച് കാണുമ്പോൾ ഇന്ന ആളല്ലേ, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അത് മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഇങ്ങനെ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. ഒരുപാട് ഭയങ്കര ആഗ്രഹമായിരുന്നു, പണ്ട് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, ഇപ്പോൾ വരാം. എന്താ ഈ സാധനം, ഈ ജാക്കറ്റ്, അതായത് സൊലൈസിൻ്റെ ലെവൽ 3 ജാക്കറ്റാണ്. ഇതിൽ ചെറിയൊരു കീറൽ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ. അപ്പോൾ ഈ ഒരു കീറൽ മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. ഈ സാധനം ഞാൻ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. കാര്യം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് അനിയത്തി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവളെടുത്തിട്ട് നോക്കിയപ്പം ചാക്കരകത്ത് കയറി നിൽക്കും പോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തായാലും അവൾക്ക് എന്തായാലും സ്യൂട്ടാവില്ല. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ സെയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് 11 സംതിങ് ആയിരുന്നു ഞാൻ എടുത്തപ്പം. ലെവൽ 3 ആണ്. പിന്നെ എനിക്കൊരു 5 രൂപ കിട്ടുകയാണെന്ന് കൊടുക്കാം. 5 രൂപ എന്ന് വെച്ചാൽ ഇത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ എന്തായാലും എൻ്റെ റൈഡിന് എനിക്ക് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചുമ്മാരടാ, അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാനിതിന് ഒരു 5,000 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എങ്കിൽ ഞാൻ ഇത് സെയിൽ ചെയ്യണം. വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതാണ് സാധനം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. മാക്സിമം വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക, മുന്നോട്ട് കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമേ പറയാനുള്ളൂ. നെഗറ്റീവ് പറയുന്നതിന് മുന്നിൽ നിൽക്കുന്ന ഒരാളിനെ പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ക്ഷമയെങ്കിലും അല്ലെങ്കിൽ ആ ഒരു മനസ്സെങ്കിലും കാണിക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ എല്ലായിടത്തും കൂടെ പറഞ്ഞതല്ല, ചിലരിടത്തും. ഓക്കെ, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. എന്നെ നല്ലത് എന്ന് പറയുന്ന കാര്യം ഞാൻ ചീത്ത അല്ലെങ്കിൽ മോശം അഴുക്ക ട്രിവാൻഡ്രം ഭാഷ പറയ പോലെ അങ്ങനെ അറിയണമായിരിക്കും ഒരു പരിധി വരെ നല്ലത് കേട്ടോ. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ മുമ്പോട്ടൊന്നും നോക്കേണ്ട കാര്യമല്ല. മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ, അതായത് നല്ലവൻ എന്ന് പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞാൻ അത് പറഞ്ഞു വരുന്നുണ്ടല്ലോ കേട്ടോ. എനിക്ക് എന്തെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ വിഷമോ അതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. അത് എൻ്റെ മോശം ഭാഗമാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ അറിയണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇഷ്ടമല്ല വാക്കായി വിട്ടേ പല കാര്യങ്ങളും മനസ്സിൽ കിടക്കണ്ടേ. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നു പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജാക്കറ്റ് കൊള്ളാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാണാൻ പറ്റണമുണ്ടോ? ഓക്കെ, മറ്റേ ഇന്നസെൻറ്റ് കാണിക്കുമ്പോൾ. ഓക്കെ, ഈ പോസ് ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു കോളേജിൽ എന്നെ ഇനി റോഡിൽ കാണാം. ഓക്കെ, അപ്പോൾ ശരിയെന്നാ. താങ്ക്സ് ഫോർ ഹെൽമെറ്റ് വേൾഡ് ആൻഡ് റൈനോക്സ്. അത് പറഞ്ഞില്ലെങ്കിൽ നന്ദിയുടെ ആയിപ്പോ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ശരിയെന്നാ.